ഇന്ന് നമുക്ക് ഡു, ഡസ്, ഡിഡ് മുതലായ ചെറിയ രീതിയിലുള്ള വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നന്നായി സിമ്പിളായി ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ലളിതമായുമായ ഉള്ള ഒരു ക്ലാസ്സാണ്. നമുക്കറിയാം ഡു അല്ലെങ്കിൽ ഡസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചെയ്യുക, ചെയ്യുന്നു എന്നാണ് അല്ലേ. എന്നാൽ ഡിഡോ ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരുന്നു. എന്നാൽ ഈ ഡൂവിൻ്റെയും ഡിഡിൻ്റെയും തേർഡ് ഫോമായ ഡൺ, ഹാവ് അല്ലെങ്കിൽ ഹാസിനോടൊപ്പം ചേർക്കുമ്പോൾ ഹാവ് ഡൺ അല്ലെങ്കിൽ ഹാസ് ഡൺ എന്ന് പറയുമ്പോൾ അതെന്താ? ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഹാഡ് ഡൺ ആവുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വിൽ ഡൂ ആണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യും അല്ലേ. ഡു, ഡസ് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുക, ചെയ്യുന്നു. ഡിഡോ ചെയ്തു, ചെയ്തിരുന്നു. ഹാവ് ഓർ ഹാസ് ഡൺ ചെയ്തിട്ടുണ്ട്. ഹാഡ് ഡൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വിൽ ഡു ചെയ്യാം അല്ലെങ്കിൽ ചെയ്യും. അപ്പം ഇത്രയും ഈ പറഞ്ഞ മീനിങ്സ് നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനുശേഷം നമുക്ക് തൊട്ടടുത്ത ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് താഴേക്ക് പോകാം. ഒന്ന് ശ്രദ്ധിക്കൂ. ഐ ഡു ഞാൻ ചെയ്യുന്നു. ഐ ഡിഡ് ഞാൻ ചെയ്തിരുന്നു. ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വിൽ ഡു ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും. നോക്കൂ, ഐയോടൊപ്പം ഡു ആണ്. ഡസ് സിംഗുലർ ഫോമിനോടും ഹി, ഷീ മുതലായവയോടും ആണെന്ന് നമുക്കറിയാമല്ലോ. ഐ, യു, ദേ അതായത് പ്ലൂറൽ ഫോംസിനോടും ഐയോടും യുവിനോടും ഏതാണ്? ഡു ആണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ഐ ഡു എന്താണ്? ചെയ്യുക, ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു. ഐ ഡിഡ് വരുമ്പോൾ ഞാൻ ചെയ്തിരുന്നു. ഐ ഹാവ് ഡൺ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് ഡൺ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വിൽ ഡു ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി അത് നമുക്ക് യു വെച്ചിട്ടൊന്ന് നോക്കാം. യു വരുമ്പോൾ എങ്ങനെ വരും? യു ഡു ആണ് അല്ലേ. യു ഡു നീ ചെയ്യുന്നു. യു ഡിഡ് നീ ചെയ്തിരുന്നു. യു ഹാവ് ഡൺ നീ ചെയ്തിട്ടുണ്ട്. യു ഹാഡ് ഡൺ നീ ചെയ്തിട്ടുണ്ടായിരുന്നു. യു വിൽ ഡു നീ ചെയ്യും. എന്നാൽ ഇവിടെ ഐയും യുവും അതുപോലെ പ്ലൂറലായ ദേയും ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പം നമുക്ക് ഹീയിലേക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നു എന്നതിന് ഐ ഡു ആണെങ്കിൽ അവൻ ചെയ്യുന്നു എന്നുള്ളതിന് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഹീ ഡസ്. ഡൂന് പകരം അവിടെ ഡസ് ആണ്. എന്നാൽ ഹീ ഡിഡ് എന്താണ്? അവൻ ചെയ്തിരുന്നു. ഐയും യുവും വരുമ്പോൾ ഹാവ് ആണ് അല്ലേ. അപ്പം ഹീ വരുമ്പോൾ എന്താണ്? ഹാസ് ആണ്. ഹീ ഹാസ് ഡൺ അവൻ ചെയ്തിട്ടുണ്ട്. ഹി ഹാഡ് ഡണ്ണോ? അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വിൽ വരുമ്പോൾ ഡസ് വരൂല. ഹി വിൽ ഡു അവൻ ചെയ്യും അല്ലെങ്കിൽ അവൻ ചെയ്യാം, അവന് ചെയ്യാം. ഓക്കെ. അപ്പം ഹീ ഡസ് അവൻ ചെയ്യുന്നു. ഹീ ഡിഡ് അവൻ ചെയ്തിരുന്നു. ഹാസ് ഡൺ അവൻ ചെയ്തിട്ടുണ്ട്. ഹി ഹാഡ് ഡൺ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വിൽ ഡു അവൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചത് അല്ലേ. ഡൂം ഡിഡും ഹാവ് ഡൺ, ഹാസ് ഡൺ, ഹാഡ് ഡൺ, വിൽ ഡു ഇതെല്ലാം ചേർത്തിട്ട് പ്ലൂറലും സിംഗുലറും ഐയും യു ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മീനിങ്സിനകത്ത് വരുന്ന ചേഞ്ചസ് ആണ് മനസ്സിലാക്കിയത് അല്ലേ. ഇനി നമുക്ക് ഈ സെൻറ്റൻസുകൾ വെച്ച് ഐ ഡു ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നില്ലെന്നാണെങ്കിൽ ഐ ഡൂവിനകത്ത് ഐ ഡോണ്ട് ഡു, ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ലെന്നാണെങ്കിൽ ഐ ഡോണ്ട് ഡു എനിത്തിങ്. കാരണം ഡൂവിനകത്ത് ഒരു ഡൂ കിടപ്പുണ്ട്. ആ ഡൂവിനെ നമ്മൾ പുറത്തെടുത്തിട്ടാണ് ഐ ഡോണ്ട് ഡു. ഡു എന്ന് പറയുന്നതാണ് ചെയ്യുക എന്നുള്ള ഒരു വെർബാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഐ ഡോണ്ട് ഡു എനിത്തിങ്, ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഞാനൊന്നും ചെയ്തിരുന്നില്ലെന്നാണെങ്കിലോ? ഞാൻ ചെയ്തിരുന്നു ഉള്ളതിന് ഐ ഡിഡ് അല്ലേ. അപ്പം ഞാനൊന്നും ചെയ്തിരുന്നില്ലെന്നാവുമ്പം ഐ ഡിഡിൻറ്റ് ഡു. എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ
ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ്. ഹാവിൻ്റെ കൂടെ തേർഡ് ഫോമാണ് ഐ ഹാവ് നോട്ട് ഡൺ. എന്നാൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്നാണെങ്കിലോ ഐ വിൽ നോട്ട് ഡു എനിത്തിങ്. മനസ്സിലായല്ലോ? ഐ ഡോണ്ട് ഡു, ഐ ഡിഡിൻറ്റ് ഡു, ഐ ഹാവിൻറ്റ് ഡൺ, ഐ ഹാഡിൻറ്റ് ഡൺ, ഐ വിൽ നോട്ട് ഡു. എല്ലാത്തിൻ്റെയും ആ മീനിങ്സും കൂടെ, മീനിങ്സ് എന്ന് പറയുമ്പോൾ മലയാളം പറയുമ്പം ഇംഗ്ലീഷിനെ മനസ്സിലാക്കുന്ന ആ ഒരു രീതിയിൽ അതും കൂടി ഒന്ന് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ സംസാരിക്കാനുള്ള ആ ഒരു ട്രിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ മുമ്പേ യു ഡു പറഞ്ഞല്ലോ. അവിടെ യു ഡു എന്താവും? നീ ചെയ്യുന്നില്ലെന്നാണെങ്കിൽ യു ഡോണ്ട് ഡു. നീ ചെയ്യുന്നോ എന്നാണെങ്കിൽ ഇപ്പം അവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് നെഗറ്റീവാണ്, അതായത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ലെന്നാണ്. ഇനി നമുക്കത് വെച്ച് ക്വസ്റ്റ്യൻ ഒന്ന് ഉണ്ടാക്കാൻ നോക്കാം. യു ഡു, നീ ചെയ്യുന്നു. അപ്പം നീ ചെയ്യുന്നില്ലെന്നാണെങ്കിൽ യു ഡോണ്ട് ഡു, ഇല്ലേ? ഡു യു ഡു, ഡു യു ഡു. നീ ചെയ്യുന്നു എന്നാണ്, ചെയ്യുന്നില്ലേ എന്ന് വരുമ്പോൾ നെഗറ്റീവാണ്. ഡോണ്ട് യു ഡു ആണ്. ഡു യു ഡു, നീ ചെയ്യുന്നു. എന്നാൽ നീ ചെയ്തിരുന്നോ എന്ന് വരുമ്പോൾ എന്താവും? ചെയ്തിരുന്നു എന്നുള്ളതിന് ഡിഡാണ്. ഡിഡ് യു ഡു, നീ ചെയ്തിരുന്നു. എന്നാൽ നീ ചെയ്തോ, ആ ചെയ്തിട്ടുണ്ടോ എന്നത് ഇപ്പോഴത്തെ ഒരു റിസൾട്ട് കൂടെ ഉണ്ടെങ്കിൽ അതിന് ചെയ്തോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? ഹാവ് യു ഡൺ, നീ ചെയ്തിട്ടുണ്ടോ. ഹാവ് യു ഡൺ, നീ ചെയ്തിട്ടുണ്ടോ. പിന്നെയോ നീ ചെയ്യുമോ എന്നാണെങ്കിൽ വിൽ യു ഡു, നീ ചെയ്യുമോ. വിൽ യു ഡു, നീ ചെയ്യുമോ. ഇങ്ങനെ തന്നെയാണ് ഹീയുടെ കൂടെ വരുമ്പോഴും. അവൻ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഹി ഡസ് നോട്ട് ഡു. അവൻ ചെയ്യുന്നോ എന്നാണെങ്കിൽ ഡസ് ഹി ഡു. അവൻ ചെയ്തിരുന്നോ എന്നാണെങ്കിലോ ഡിഡാണ്. ഡിഡ് ഹി ഡു ആണ്. ഡിഡ് ഹി ഡു. എന്നിട്ടോ അവൻ ചെയ്തിട്ടുണ്ടോ? ഹാസ് ഹി ഡൺ. ഓക്കെ, ഹാസ് ഹി ഡൺ. അവൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഹി ഡൺ. അവൻ ചെയ്യുമോ? വിൽ ഹി ഡു. ഓക്കെ, അപ്പോൾ ആ ഐയും യുവും ഹീയും വെച്ചിട്ടുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അവിടെ ഡൂവിൻ്റെതും ഡിഡ്, ഹാസ് ഓർ ഹാവ് ഡൺ, അതുപോലെ ഹാഡ് ഡൺ, വില്ല്, ഇത്രയും വെച്ചിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വെർബിൻ്റെ 3 ഫോംസും കൂടെ കുറച്ചറിയാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ഐ ഡു, യു ഡു, ദേ ഡു. ഹീ ഡസ്, ഷീ ഡസ്, സിംഗുലർ വരുമ്പോഴും ഡസ് ആണ്. ഡിഡ് എല്ലാറ്റിനോടും ഒപ്പമാണ്. അതുപോലെ ഹാവ് ഡൺ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമിനോടൊപ്പവും ഹാസ് ഡൺ സിംഗുലർ ഫോമിനോടൊപ്പവുമാണ്. വില്ല് എല്ലാറ്റിനും ഒരുപോലെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നെഗറ്റീവും ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ആ എക്സസൈസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ ഡു, ഡിഡ് എന്നുള്ളിടത്ത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സഹായിക്കുക എന്ന ഹെൽപ്പ് എന്ന വെർബിലാണ്. ഓക്കെ, ഞാൻ സഹായിക്കുന്നു. ഓക്കെ, നീ സഹായിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, അവൻ സഹായിച്ചിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവർ സഹായിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഐ വിൽ കറക്റ്റ് ഇറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് യു കമൻറ്റ് ഇറ്റ് ദെയർ. ഐ വിൽ ഗിവ് every doubts to you. That thank you for watching. Signing off.